ആകാശഗോപുരം പൊന്മണിമേടയായി അഭിലാഷഗീതകം സാഗരമായി. ആകാശഗോപുരം പൊന്മണിമേടയായി അഭിലാഷഗീതകം സാഗരമായി. ഉദയരഥങ്ങൾ തേടി വീണ്ടും മരതകരാഗസീമയിൽ സ്വർണ്ണപ്പറവ പാറി നിറമേഘച്ചോലയിൽ വർണ്ണക്കൊടികളാടി കതിരോല കൈകളിൽ. ആകാശഗോപുരം പൊന്മണിമേടയായി. തീരങ്ങൾക്ക് ദൂരെ വെൺമുകിലുകൾ കരികിലായി അണയും തോറും ആർദ്രമാകുമൊരു താരകം. തീരങ്ങൾക്ക് ദൂരെ വെൺമുകിലുകൾ കരികിലായി അണയും തോറും ആർദ്രമാകുമൊരു താരകം. ഹിമജലകണും കൺകോണിലും ശുഭസൗരഭം മകതാരിലും മെല്ലെത്തൂവിലോലഭാവമാർന്ന നേരം. ആകാശഗോപുരം പൊന്മണിമേടയായി. സ്വപ്നാരണ്യമാകെ കളമെഴുതുമീ തെന്നലിൽ നിഴലാടുന്ന കപട കേളിയൊരു നാടകം. സ്വപ്നാരണ്യമാകെ കളമെഴുതുമീ തെന്നലിൽ നിഴലാടുന്ന കപട കേളിയൊരു നാടകം. കണ്ണിറയുമീ പൂത്തിരളിനും കരനുകരുമീ പൊന്മണലിനും അഭയം നൽകുമാർദ്രമാവനാജാലം. ആകാശഗോപുരം പൊന്മണിമേടയായി അഭിലാഷഗീതകം സാഗരമായി. ഉദയരഥങ്ങൾ തേടി വീണ്ടും മരതകരാഗസീമയിൽ സ്വർണ്ണപ്പറവ പാറി നിറമേഘച്ചോലയിൽ വർണ്ണക്കൊടികളാടി കതിരോല കൈകളിൽ. ആകാശഗോപുരം പൊന്മണിമേടയായി. അങ്ങനെ നമ്മൾ 2024 മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 ലെ
ആദ്യത്തെ എപ്പിസോഡാണ്. നമ്മൾ ന്യൂ ഇയർ ആഘോഷമൊക്കെ കഴിഞ്ഞ ആഴ്ച തുടങ്ങി. ചാപ്റ്റർ 3യുടെ ആദ്യ എപ്പിസോഡുകളും ആ ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഒപ്പമായിരുന്നു. ഇന്നും നാളെയായിട്ട് ഇവിടെ ക്വാർട്ടർ ഫൈനലാണ് നടക്കുന്നത്. 12 മ്യൂസിക്കൽ വൈസും ആയിട്ടാണ് നമ്മൾ നമ്മുടെ യാത്ര ആരംഭിച്ചത്. ഇപ്പോൾ പ്രിലിംസും കഴിഞ്ഞ് ക്വാർട്ടർ ഫൈനൽ എത്തുമ്പോൾ 10 മ്യൂസിക്കൽ വൈസ് നമ്മുടെ കൂടെയുണ്ട്. വാശിയേറിയ പോരാട്ടം തന്നെ നമുക്ക് ഈ ക്വാർട്ടർ ഫൈനലും പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇത് ഹാപ്പി ജാം സോസസ് പിക്കിൾസ് ആൻഡ് പീനട്ട് ബട്ടർ മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3 പവേർഡ് ബൈ ഈസൺ. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ എല്ലാമായ നമ്മുടെ സ്വന്തം വേണുചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. വേണുചേട്ടാ, വെൽക്കം. ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ 2024 ആരംഭിച്ചു? വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഞങ്ങള് ജഡ്ജസ് ഇരിക്കുകയാണ്. കാരണം ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞാൽ ഇവര് ഗംഭീരായിട്ട് പെർഫോം ചെയ്യും. അപ്പോൾ വി ഷുഡ് ബി വളരെ ഫോക്കസ്ഡ്. അതെ, അപ്പൊ ആദ്യത്തെ 2 ചാപ്റ്ററിലും അതാണല്ലോ ചരിത്രം. അതെ, ആദ്യ റൗണ്ടുകളിൽ കുറച്ച് ടെൻഷനും പേടിയോടുകൂടി വന്ന ആൾക്കാർ പലരും പുലികളായ ചരിത്രം ഉണ്ട് ഇവിടെ എല്ലാ രീതിയിലും. അപ്പൊ വേണുചേട്ടാ, അപ്പൊ എന്തായാലും വന്ന സ്ഥിതിക്ക് ഒരു 4 വരി തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നത്. അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ മുത്തുണ്ടേ. അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ മുത്തുണ്ടേ. മാണിക്യ കല്ലുകൊണ്ടേഴു നിലയുള്ള കൊട്ടാരമുണ്ടേ. മുറ്റത്തെ ചെറിയ രത്നം പെറുക്കാൻ അപ്സര കന്യകളെ പോരൂ. അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരപ്പറ മുത്തുണ്ടേ. മാണിക്യ കല്ലുകൊണ്ടേഴു നിലയുള്ള കൊട്ടാരമുണ്ടേ. ആനിക്കെടുപ്പത് പൊന്നുണ്ട് എന്നാണല്ലോ. അതേപോലെ ഇടുപ്പത് സംഗീതമുള്ള ഒരാൾ ഇവിടെ ഉണ്ട്. എന്താ ഈ ഡയലോഗ് കേട്ടിട്ടാണോ? പിന്നെ അല്ല, വരാൻ പോകുന്ന ആളെ ആലോചിച്ചപ്പോ അത്രയും സന്തോഷം അല്ലേ? അപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം മഞ്ജരി. മഞ്ജരി, ഇപ്പൊ 2024 ആദ്യത്തെ എപ്പിസോഡാണ് മ്യൂസിക്കൽ വൈഫ് ഗ്രാൻഡ് ഫിനാലെ ചാപ്റ്റർ 3യുടെ. നമ്മളിതാ കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ തുടക്കം ന്യൂ ഇയറുടെ ആഘോഷത്തിന്റെ ഒപ്പമായിരുന്നു. ഇപ്പൊ 2024 വന്ന് നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു? പുതിയ വർഷം, പുതിയ പാട്ടുകൾ, പുതിയ പാട്ടുകാർ. അപ്പം ഭാര്യമാർക്കുള്ള ഷോ ആണ്. അത് മാത്രമല്ല, ഒരുപാട് പേര് ഇപ്പോൾ മ്യൂസിക്കൽ വൈഫ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ ഷോസിനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ആൾക്കാരുണ്ട്, ഫ്ലവേഴ്സിലെ ആ പ്രോഗ്രാമില്ലേ ശരിക്കും എനിക്ക് അതിൽ പങ്കെടുക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നത് ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമില് ഒരുപാട് ഭാര്യമാർക്ക് അവസരം കിട്ടുന്നുണ്ട്, ഇനിയും കിട്ടിക്കൊണ്ടിരിക്കും. സോ എല്ലാവരും ഇങ്ങോട്ട് വെൽക്കം ആണ്. അപ്പൊ 10 മത്സരാർത്ഥികൾ ഇന്ന് മത്സരിക്കും. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മുടെ മത്സരം ആരംഭിച്ചാലോ? ആരംഭിക്കാം. അങ്ങോട്ട് പൊക്കോളാം.
பூக்கும் ஓசை அது கேட்கத்தான் ஆசை. புல்விரியும் ஓசை அது கேட்கத்தான் ஆசை. பூக்கும் ஓசை அது கேட்கத்தான் ஆசை. புல்விரியும் ஓசை அது கேட்கத்தான் ஆசை. பட்சிகளின் கொக்குக்கு பூச்சிகளின் ரிங் 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 சங்கீதம் சொல்லித் தருமே தங்கப் பெண்ணே. காலோடு சலங்கை பூட்டி கரையெல்லாம் வீணை மீட்டி நதி பாடும் பாடல் கேளாய் பட்டுப் பெண்ணே. பூமி ஒரு வீணை இதை காற்றின் கைகள் மீட்டது. கேட்கும் மொழி எல்லாம் அட சரி கம பத நி சரி. பூக்கும் ஓசை அது கேட்கத்தான் ஆசை. புல்விரியோ ஓசை அது கேட்கத்தான் ஆசை. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം. വീരൻ പടയുടെ വെൺമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം. ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും വേണം. ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം. ഇത് മാമലവേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്. കാടും മലയും പുഴയും കടന്ന് കേറി വരുന്നൊരു പള്ളിത്തേരാണ്. ശൂരൻ പടയുടെ ചെമ്പട കൊട്ടിക്കോലം തുള്ളും താളം. വീരൻ പടയുടെ വെൺമുടി ഏറ്റിക്കൊട്ടിക്കേറും താളം. ഇത് മുള്ളൻ കൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും വേണം. ഇന്നക്കരയുള്ളവൻ ഇക്കരയെത്തും തക്കിടി തകിലടി മേളം. ഇത് മാമലവേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്. കാടും മലയും പുഴയും കടന്ന് കേറി വരുന്നൊരു പള്ളിത്തേരാണ്. സേനാപതിയായി തിരുമുരുകൻ വന്നു. പടിയാറും കേറി ചെന്നാൽ അമ്പലമുണ്ടേ, തീരും തിറയുമുണ്ടേ. മുടിവെട്ടാൻ മൊഴിയിൽ ചാർത്തും മൂത്തോർക്കെല്ലാം തെയ്യത്തിൽ ലഹരിയുണ്ടേ. വെട്രിവേൽ മുരുക മുരുക വേൽ മുരുക ഹരോ ഹരാ ഹോ, വേലായുധ ഹരോ ഹരാ ഹോ, വേൽ മുരുക ഹരോ
നമുക്ക് സ്വാഗതം ചെയ്യാം അമൃത. Sani sari mari sari re ma pani pa ma pa ma pani sani pa ma pani sani re sani sa. ചൂടി നിൽക്കും രാത്രി
എന്തായാലും നമ്മുടെ ക്വാർട്ടർ ഫൈനലിലെ ആദ്യത്തെ റൗണ്ടാണ് ഇപ്പൊ കഴിഞ്ഞത്. നന്നായി പാടാൻ പറ്റിയോ? കുഴപ്പമില്ലാണ്ട് പാടാൻ പറ്റി. കഴിഞ്ഞ പ്രിലിംസ് ആയിരുന്നു, ക്വാർട്ടർ ഫൈനലാണോ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത്? ക്വാർട്ടർ ഫൈനൽ കുറച്ച് കോൺഫിഡൻസ് ഒക്കെ വന്നു അല്ലേ? അമൃത, എന്തോ I am sad to say. നന്നായി പാടി. താങ്ക് യു സർ. അല്ല, ഡെയിലിന്റെ ആ ഒരു റോള് എലിമിനേഷൻ അത് കലക്കി നോക്കിയതാ. വർക്കൗട്ട് ആവുന്നുണ്ടോ? നോക്കാം. ഇനിയുണ്ട് ടൈം. ഇനിയുണ്ടല്ലോ. അതെ, എന്തോ നന്നായി പാടി. പ്രതീക്ഷിച്ചില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രശ്നങ്ങളിൽ ഒന്നുമില്ല. താങ്ക് യു സർ. ക്ലീൻ. അവസാനം കൊണ്ട് ഒന്ന് കല ഉടയ്ക്കാൻ ഒരു ശ്രമം നടത്തി നോക്കി. എവിടെ? എല്ലാം അറിയാം. മിടുക്കി. കല ഉടക്കണ്ട. വെരി ഗുഡ്. അല്ല, കല ഉടഞ്ഞായിരുന്നോ? ഉടഞ്ഞില്ല. ഉടക്കാണ്ട് തിരിച്ചു പിടിച്ചു. കൊടി പോലെ നന്നായി. താങ്ക് യു. സൂപ്പറായിരുന്നു. താങ്ക് യു മാം. എനിക്ക് വളരെ വളരെ ഈസി ആയിട്ട് അമൃത പാടുന്ന പോലെയാ തോന്നിയത്. അത് വലിയ ടെൻഷനൊന്നുമില്ല. പക്ഷെ സിംഗിങ്ങിൽ കുറച്ച് ഒരു ഈസി ഫീലിംഗ് ഉണ്ടായിരുന്നു. അതാണ് വേണ്ടത്. താങ്ക് യു. മറ്റൊന്നും ഇതിൽ പറയാനില്ല. ചില സ്ഥലങ്ങൾ മാത്രം സസ്റ്റെയിൻ വരുമ്പോഴത്തേക്ക് കിൻഷയുടെ ഒരു പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതെ, മൊത്തത്തിൽ പ്രശ്നം. അതെ, കിൻഷ ഒരു പടി മുകളിൽ കയറി നിന്നുപോയി, ഷാർപ്പായി. കിൻഷേനെ ഒന്ന് മുറുക്ക പിടിക്കുന്നത് നന്നായിരിക്കും. തീർച്ചയായും. അതർവൈസ് അമൃത, എന്തായാലും രണ്ടുപേരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ നേരത്തെ അമൃത പറഞ്ഞ പോലെ തന്നെ പ്രിലിംസിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പാടാൻ പറ്റി ക്വാർട്ടർ ഫൈനലില്. അപ്പൊ അവരും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പക്ഷെ നമുക്ക് ക്വാർട്ടർ ഫൈനലിൽ ഒരു റൗണ്ടും കൂടി ഉണ്ട്. ഏതാണ്? ക്യാരക്ടർ റൗണ്ട്. ഫാമിലിന്ന് ആരാ വരുന്നേ സപ്പോർട്ട് ചെയ്യാൻ? കാത്തിരിക്കുന്നു. എന്തായാലും ഡിഫറെന്റ് ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാം. കസ്തൂരിയൊക്കെ വന്നിട്ട് ഇവിടെ അമ്മോ എന്തായിരുന്നു ഡ്രസ്സിങ്ങും ഗെറ്റപ്പും ഒക്കെ. അപ്പൊ ക്യാരക്ടർ അല്ലേ, ആവുമ്പോ കലക്കും. അപ്പൊ ഫാമിലിയിൽ നിന്ന് ഒരു ക്യാരക്ടർ കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ അല്ലേ? ശരി, അപ്പൊ എന്തായാലും നന്നായി പ്രാക്ടീസ് ചെയ്യാം. വേണുചേട്ടനോട് ഒരു കാര്യം പറയാം. എന്താ പറയണ്ടേ? പറഞ്ഞോളൂ. എന്റെ വീട്ടിലെ വേണുചേട്ടന്റെ ഒരു വലിയ ഫാൻ ഉണ്ട്. എന്റെ ചിറ്റയാണേ. അമ്മയുടെ അനിയത്തിയില് വന്നിട്ടില്ല. വീട് ഷിഫ്റ്റിങ്ങിന്റെ ഒക്കെ ആയിട്ട് ഇത്തിരി തിരക്കിലാണ്. അപ്പൊ വേണുചേട്ടൻ അറവുകാട് അമ്പലത്തിന്റെ ആ ഭാഗത്ത് പരിപാടിക്ക് പണ്ട് വന്നിട്ടുണ്ട്. ആ ചിറ്റയുടെ ഒക്കെ കുഞ്ഞിലെ. അപ്പം ചിറ്റയുടെയും കുഞ്ഞിലെ എന്റെ വേണങ്ങളെ അങ്ങനെയല്ല, അത്ര കുഞ്ഞിലല്ല. അത് ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നിട്ട് ചുരിദാറൊക്കെ കീറിപ്പോയി, വലിയ സംഭവമൊക്കെ ആയിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, വേണുചേട്ടനോട് ഒന്നും പറയണം, ക്യാമറ നോക്കി. ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒന്ന് തിരുത്താനുണ്ട്. വേണുചേട്ടനെ കാണാൻ പോയിട്ട് തിരക്ക് കാരണം പുള്ളിക്കാരത്തി ഇടിയൊക്കെ കൊണ്ട് ഇട്ടുകൊണ്ട് പോയി ചുരിദാറൊക്കെ കീറി. അത് ചിലപ്പോ ദൂരെ ഇരുന്ന് വേണമെങ്കിൽ കണ്ടു കാണാം. അപ്പൊ വേണുചേട്ടൻ മനസ്സിൽ വിചാരിച്ചോണ്ടോ നല്ല ചുരിദാർന്ന്, അതുകൊണ്ടായിരിക്കും അത് കുറച്ച് കീറി. അല്ല, അന്ന് ഉടുപ്പ് വരെ കീറിപ്പോയി, കാണാൻ പറ്റിയില്ല. ഇന്നിപ്പോ കാണാൻ ഒരു അവസരം ഉണ്ടായിട്ട് പുള്ളി തീർച്ചയായും അടുത്ത സ്റ്റേജിൽ അടുത്ത സ്റ്റേജിൽ എന്തായാലും എത്തും. ഉണ്ടല്ലോ, ഇനി ഉണ്ടല്ലോ റൗണ്ട്. കാണാം. ഇല്ലെങ്കിൽ ഞങ്ങൾ വണ്ടി പിടിച്ച് വേണുചേട്ടൻ അവിടെ കൊണ്ടുവരും, എത്തിച്ചിരിക്കും ഒരു പുതിയ ചുരിദാറുമായിട്ട്. അല്ല മഞ്ജരി, വേണുചേട്ടനൊക്കെ ജീവിച്ചു പോട്ടെ. ശരി, അപ്പൊ എന്തായാലും അവിടുന്ന് രണ്ടുപേരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി ക്യാരക്ടർ റൗണ്ടാണുള്ളത്. നന്നായി പ്രാക്ടീസ് ചെയ്യാം, തകർക്കാം കേട്ടോ. താങ്ക് യു സർ. ഞാൻ ഈ ആങ്കറിംഗ് പരിപാടി അവസാനിപ്പിച്ച വല്ല കാറ്ററിംഗ് തുടങ്ങാൻ പോവാ. അപ്പൊ ലാഭമായിരിക്കും. നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രം ഫുഡ് വെച്ചാൽ മതി. ശരി, അപ്പൊ എന്തായാലും രണ്ടുപേരുടെയും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞെങ്കിൽ നമുക്ക് ബാക്കി കലാപരിപാടികളോട് അല്ല, ഇത് വേറൊരു വഴിയിൽ ഇതും നടക്കും. അടുത്ത മത്സരത്തിൽ വരുന്നത് അങ്ങ് കണ്ണൂർ ജില്ലയിൽ നിന്നാണ്. ക്യാരക്ടർ റൗണ്ടാണ് ഇവിടെ നടക്കുന്നത്. ക്യാരക്ടർ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വരുന്നു മേഘ്ന. അല്ല അമ്മേ, ഇതാ ഇപ്പൊ ആരാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്? ഞാനാണോ അമ്മയാണോ? ഞാനും ഫ്ലോർ കേറേണ്ടതല്ലേ, അപ്പൊ എന്റത് ശരിയാവേണ്ടതല്ലേ? അതെ അതെ. നമുക്ക് പോവാം. കേറാൻ സമയം. പോവാം. നീരാട്ടിനു പോരു നീ
കിലുകിലും 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 കിലുകിളി മരത്തോണി ഒരു കദളിയാറ്റ കിളിയിരിക്കും തളിർമരത്തോണി ഓ കിലും കിലുകിലും കിലുകളിയരഞ്ഞാണം ഈ കരിമലയ്ക്ക് കന്നിയാരൊരു കുളിരരഞ്ഞാണം ഒരു കളിയരഞ്ഞാണം പകൽ കിഴക്കുതിക്കുമ്പോൾ മലമുടികൾ മാറിഞ്ഞൊരുങ്ങിയിട്ട് മഞ്ഞുരുകുമ്പോൾ പകൽ കിഴക്കുതിക്കുമ്പോൾ മലമുടികൾ മാറിഞ്ഞൊരുങ്ങിയിട്ട് മഞ്ഞുരുകുമ്പോൾ മുങ്ങിക്കുളിച്ചു കേരള കമലപ്പൂവിന് പുതിയൊരു നാണം കിലുകിലും കിലുകിലും കിലുകിളി മരത്തോണി ഒരു കദളിയാറ്റ കിളിയിരിക്കും കളിമരത്തോണി ഓ കിലും കിലുകിലും കിലുകളിയരഞ്ഞാണം ഈ കരിമലയ്ക്ക് കന്നിയാരൊരു കുളിരരഞ്ഞാണം ഒരു കളിയരഞ്ഞാണം ഇളം വെയിൽ പരക്കുമ്പോൾ എന്റെ മനം പേറി കുടലിനുള്ളിൽ പവനുതീരുമ്പോൾ ഇളം വെയിൽ പരക്കുമ്പോൾ എന്റെ മനം പേറി കുടലിനുള്ളിൽ പവനുതീരുമ്പോൾ ഒന്നിച്ചൊളിച്ചു നിൽക്കണ പകൽ കിനാവിന് പുതിയൊരു ദാഹം കിലുകിലും കിലുകിലും കിലുകിളി മരത്തോണി ഒരു കദളിയാറ്റ കിളിയിരിക്കും തളിർമരത്തോണി ഓ കിലും കിലുകിലും കിലുകളിയരഞ്ഞാണം ഈ കരിമലയ്ക്ക് കന്നിയാരൊരു കുളിരരഞ്ഞാണം ഒരു കളിയരഞ്ഞാണം പൂമാല പൂങ്കുഴലി പൂമ്പുലരി നീരാട്ടിനു പോരൂ നീ ആരൊക്കെയാ ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല. അമ്മേ ഇന്ന് അമ്മയാണ് താരം അല്ല മഞ്ജരി? അതെ 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 നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് എന്റെ ഇറങ്ങിയത്. ഇറങ്ങിയതാണ്, രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയതാ. അമ്മയും ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? കുറച്ച് പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട്, അത് കാണുന്നുണ്ട്, ആ ഗ്രേസ് കാണുന്നുണ്ടായിരുന്നു. പിന്നെ അഭിനയം എന്തൊക്കെയായിരുന്നു മോളെ കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ ഒരു ഗ്രേസ്ഫുൾ ഒരു നടത്തം, അതെ. ഇങ്ങനെ ഒരു നടത്തം ഡാൻസേഴ്സിന്റെ സപ്പോർട്ട് കൂടി തകർത്തു. ഡാൻസേഴ്സ് എല്ലാരും തകർത്തു കേട്ടോ. താങ്ക് യു സോ മച്ച്. ഒരു സുന്ദരിയാ. മോളും അതിനനുസരിച്ച് ഡാൻസ് ചെയ്തു. സെറ്റാണ്. എന്തായിരുന്നു ആ ആദ്യത്തെ അഭിനയം ഉണ്ടല്ലോ ഇതിനകത്ത് ഇരുന്നിട്ട്? അതെ, ഒളിഞ്ഞിരിക്കുന്നു കിലും എന്നൊക്കെ ഭയങ്കര അഭിനയം. എക്സ്പ്രഷൻസ് നല്ല എക്സ്പ്രഷൻസ്. താങ്ക് യു സർ. എനിക്ക് തോന്നുന്നു ഈ പരിപാടിയുടെ ഈ മാസത്തെ ഫിനാലെ ആവുമ്പോഴത്തേക്ക് അമ്മയ്ക്കും മകൾക്കും സിനിമയിൽ അഭിനയിക്കാനുള്ള ഓഫർ ഉറപ്പായിട്ടും. എവിടെ അച്ഛൻ എവിടെ കാണുന്നുണ്ടോ വല്ലതും? അച്ഛൻ വളരെയധികം ടെൻഷനോട് കൂടിയിട്ടാണ് ഈ പെർഫോമൻസ് കണ്ടു തീർത്തെന്ന് ഞങ്ങൾക്കറിയാം. അച്ഛൻ ഇത് വല്ലതും കാണുന്നുണ്ടോ? അതെ, വല്ലതും കണ്ടോ? കാണുന്നുണ്ട്.
കണ്ടു. ഇത് എനിക്ക് കാണാൻ തോന്നുന്നത് വേണ്ടിട്ട് തന്നെ അവിടെ ഇരുന്നേ. എന്ത് പറയുന്നു, വീട്ടിലൊക്കെ ഇതുപോലെ ഡാൻസ് കളിക്കോ? ഞാൻ വൈഫ് ടീച്ചറാണ്. സ്കൂളില് കലോത്സവത്തിന്റെ കുട്ടികളെ കൊണ്ടുപോകാനാണ്. ഓ അപ്പൊ ആളെ ആക്റ്റീവ് ആണ്. ഇടയ്ക്ക് ഡാൻസ് ഒക്കെ ഉണ്ട് വീട്ടിൽ. അതാണ് രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയത്. മുണ്ട് കുട്ടികളെയും കൊണ്ട് പോകുമ്പോഴ് നന്നായി ഡാൻസ് ചെയ്യുമായിരുന്നു. ശരിക്കും നല്ല സുന്ദരിയായിട്ടുള്ള ഒരു അമ്മായെ. അപ്പൊ നമ്മൾ ആക്ച്വലി ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫാമിലിന്ന് ആരെങ്കിലും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കയറണം. അവരെന്തെങ്കിലും ഒരു ചെറിയ ക്യാരക്ടർ ഒക്കെ ആയിട്ട് വന്നു പോകുന്ന ഉടനീളം. അല്ല അതെ, ഇത്രയായ സ്ഥിതിക്ക് ഇനി അച്ഛന്റെ പെർഫോമൻസ് അടുത്ത റൗണ്ടിൽ നമ്മൾ അച്ഛൻ ഉൾപ്പെടുത്തി എന്തെങ്കിലും റൗണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതായിരിക്കും. വേണ്ടിവരും. അതെ, അച്ഛൻ തയ്യാറാണോ അച്ഛാ? ചെയ്യാം. അതാണ് ഇത്രയും കട്ട സപ്പോർട്ട് ചെയ്യുന്ന പേരൻസ്. ഹസ്ബൻഡ് എവിടെ? വിളിച്ചായിരുന്നോ? ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നു? ഒന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ ഇത്രയും നേരം ലീവിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അല്ല, അമ്മ പെർഫോമൻസ് ചെയ്യാൻ കേറുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞിരുന്നോ? അത് പറഞ്ഞിരുന്നു. അമ്മ ഏട്ടൻ ഞെട്ടിപ്പോയി. ഇനിയിപ്പോ പെർഫോമൻസ് കാണുമ്പോ നാട്ടുകാരെ ഞെട്ടിക്കോളും. അല്ല, ഇന്നത്തെ താരം ശരിക്കും അമ്മയാണ്. അമ്മ കൊണ്ടുപോയി ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ. അമ്മയുടെ സ്റ്റുഡൻസ്, അമ്മയുടെ ഫ്രണ്ട്സ്, അമ്മയുടെ റിലേറ്റീവ്സ്, സകലവാൻ ആൾക്കാരും ഇന്ന് ടിവിയുടെ മുമ്പിൽ തന്നെ. അതെ, എന്തായാലും തകർത്തു. അമ്മയും മകളും കൂടി തകർത്തു. അച്ഛൻ എന്തായാലും അഭിമാനിക്കാം ഇങ്ങനെ ഒരു ഫാമിലി കൂടെ ഉള്ളതിന്. അച്ഛനാണ് എന്റെ എല്ലാ പരിപാടിക്കും അച്ഛനാണ്. അമ്മയും ഉണ്ടാവും, എന്നാൽ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് അച്ഛനാണ്. എവിടെ മ്യൂസിക് പഠിപ്പിക്കണമെങ്കിൽ എവിടെ വരെ അച്ഛൻ തന്നെയാണ്. ഓൾ ദ ബെസ്റ്റ്. ശരി, അപ്പൊ എന്തായാലും നമുക്ക് ഇനി പാട്ടിനെ കുറിച്ച് അറിയാം. അമ്മയുടെ പെർഫോമൻസിനെ പറ്റിയാണ് നമ്മൾ ഇത്ര നേരം തോരാതെ സംസാരിച്ചത്. ഇനി പാട്ടിനെ കുറിച്ച് അവർ സംസാരിക്കട്ടെ അല്ലേ? മഞ്ജരി, മേഘനയുടെ പാട്ടിനെ കുറിച്ച് പറയും. മേഘന നന്നായിട്ട് പാടി. ഈ പെർഫോമൻസിന്റെ കൂടെ ഗംഭീരായിട്ട് പാടി. താങ്ക് യു മാം. ചില ഭാഗങ്ങളൊക്കെ മ്യൂസിക് ഇല്ലാതെയാണ് വരുന്നത്, അപ്പൊ വോയിസ് മാത്രമാണ്. ആ വോയിസ് മാത്രം കേൾക്കുമ്പോഴും നല്ല സുഖമുണ്ട്. താങ്ക് യു മാം. ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു സിനിമ കാണുന്ന പോലെ അമ്മ അഭിനയിക്കുന്നു, മോള് പാടുന്നു. സൂപ്പറായിരുന്നു. താങ്ക് യു മാം. ഒന്നും ഇതിൽ പറയാനില്ല. നല്ല ഒരു നീറ്റ് പെർഫോമൻസ്. താങ്ക് യു മാം. സാധാരണ ഈ പെർഫോമൻസ് വരുമ്പോൾ പാട്ട് ഒന്ന് പുറകിലേക്ക് പോകാൻ ഒരു ടെൻഡൻസി ഉണ്ട്. ബട്ട് ഹിയർ വിത്ത് പെർഫോമൻസ് ഇറ്റ് വാസ് പെർഫെക്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. എനിക്ക് എടുത്തു പറയാൻ താങ്ക് യു സർ. രണ്ടും വെരി ഗുഡ് പെർഫോമർ, ഗുഡ് സിംഗർ. താങ്ക് യു സർ. ശരി, അപ്പൊ എന്തായാലും മേഘന നല്ല അഭിപ്രായങ്ങളാണ് രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ക്വാർട്ടർ ഫൈനലിൽ ഒരു റൗണ്ടും കൂടി ഉണ്ട്. നന്നായി പ്രാക്ടീസ് ചെയ്യാ, തകർക്കാം. അമ്മയുടെ സപ്പോർട്ട് ഇനിയും വേണം, തീർച്ചയായും കൂടെ തന്നെ ഉണ്ട്. ഓക്കെ, അത് മതി. താങ്ക് യു സോ മച്ച്. അപ്പോ അച്ഛാ കൂടെ തന്നെ വേണം. അമ്മ കൂടെ സപ്പോർട്ടിന് ഒരു സൈഡിലുണ്ട്, മറുവശത്ത് അച്ഛനും ഉണ്ടാവണം. ഓക്കെ, ശരി, താങ്ക് യു. നമുക്ക് സ്വാഗതം ചെയ്യാം ധന്യ. ധന്യ സുനിലിൻ്റെ പപ്പയാണ്. മോള് 5 വയസ്സ് തൊട്ട് പാട്ടും കാര്യമായിട്ട് ഇറങ്ങിയതാണ്. അതിനുശേഷം നല്ല പരിപാടികൾ പല സ്ഥലങ്ങളിലും കിട്ടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ഗാനമേളയ്ക്ക് പോകുന്നുണ്ട്, കച്ചേരി ചെയ്യുന്നുണ്ട്, പിന്നെ വീട്ടിൽ കൊച്ചുങ്ങളെ പാട്ട് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഏത് പാട്ട് പാടിയാലും അത് നല്ല രീതിയിൽ പാടും എന്നുള്ള ഇതുണ്ട്. പിന്നെ കുട്ടിക്കാലം തൊട്ടേ നമ്മളെവിടെ പാട്ട് പരിപാടിക്ക് പോയാലും അതിൻ്റെ ഒരു ചെറിയ വിജയം നമുക്ക് കിട്ടിയാൽ ഞങ്ങൾ തിരിച്ചു വരുള്ളൂ. അങ്ങനെ ഒരു ഇതുണ്ട് മോളെ പാട്ടിൻ്റെ ഇതുകൊണ്ടാണ്. എന്തിനീ ചീലങ്കകൾ, എന്തിനീ കൈവളകൾ, എൻ പ്രിയനിന്നരികിൽ വരില്ലെങ്കിൽ. എന്തിനീ ചീലങ്കകൾ, എന്തിനീ കൈവളകൾ, എൻ പ്രിയനിന്നരികിൽ വരില്ലെങ്കിൽ. പുഷ്പങ്ങളിൽ വണ്ടുകൾ മയങ്ങുമ്പോൾ വാസര സ്വപ്നമുന്നിൽ മുഴുകിപ്പോയി ഞാൻ.
തഴുകുകില്ലേ താഴെ തൊഴുതു നിൽക്കും താമരപ്പൂവാണു ഞാൻ താലോലിച്ചെന്നെ നാഥൻ തഴുകുകില്ലേ നാഥൻ തഴുകുകില്ലേ എന്തിനീ ചീലങ്കകൾ എന്തിനീ കൈവളകൾ എൻ പ്രിയനിന്നരികിൽ വരില്ല എങ്കിൽ ആയിരമുഷസുകൾ ഒന്നിച്ചുരിച്ചു നിൽക്കും ആ മുഖവരികിൽ ഞാൻ ഒന്നു കാണും ആയിരമുഷസുകൾ ഒന്നിച്ചുരിച്ചു നിൽക്കും ആ മുഖവരികിൽ ഞാൻ ഒന്നു കാണും താഴെ തൊഴുതു നിൽക്കും താമരപ്പൂവാണു ഞാൻ താലോലിച്ചെന്നെ നാഥൻ തഴുകുകില്ലേ താഴെ തൊഴുതു നിൽക്കും താമരപ്പൂവാണു ഞാൻ താലോലിച്ചെന്നെ നാഥൻ തഴുകുകില്ലേ നാഥൻ തഴുകുകില്ലേ എന്തിനീ ചീലങ്കകൾ എന്തിനീ കൈവളകൾ എൻ പ്രിയനിന്നരികിൽ വരില്ല എങ്കിൽ എന്തിനീ ചീലങ്കകൾ ധന്യ നന്നായി പാടാൻ പറ്റിയോ? കുഴപ്പമില്ല. ഇതെന്താ നിങ്ങളുടെ ആ ഒരു കുഴപ്പമില്ല എന്ന് പറയുന്നതിലൊരു കുഴപ്പമുണ്ടല്ലോ. ഉണ്ടോ? ഉണ്ട്. ധന്യ എന്നാലേ സർ. ഈ കുഴപ്പം പറ്റിയത് എവിടെയാണ് എന്ന് ഒന്ന് പറയൂ. ലിറിക്സ് ആ, അനുപല്ലവി മനസ്സിലായി. അപ്പൊ ലിറിക്സ് ചെറുതായിട്ടൊന്ന് പോയി. അനുപല്ലവിയിലെ 2 ലൈൻ ലിറിക്സ് പാടാനേ വിട്ടു. ചരണത്തിന്റെ ലിറിക്സ് പാടി. ചരണത്തിനോട് ഭയങ്കരമായ പ്രണയം സ്നേഹം കൂടി പാടിക്കൊണ്ടേയിരുന്നു. അത്രേ ഉള്ളൂ. ശരി, അപ്പൊ മഞ്ജരി ധന്യ ചേച്ചി ധന്യ ഫസ്റ്റ് 2 ലൈൻസിലെ എന്തിനീ ചിലങ്കകൾ എൻ പ്രിയൻ എൻ അരികിൽ അത് അങ്ങനെ പഠിച്ചതാണോ? ഞാന് ആദ്യമേ പഠിച്ചപ്പോ അങ്ങനെ ആയിപ്പോയി ചേച്ചി. പിന്നെ പാടുമ്പോഴ അത് തന്നെയാ വരുന്നത്. അത് നമുക്ക് ചിന്തിച്ചാ മനസ്സിലാവില്ലേ? അതെ. എൻ പ്രിയൻ എൻ അരികിൽ എൻ പ്രിയൻ എൻ എന്നരികിൽ അതാണ് പഠിച്ചു വെച്ചത്. എൻ പ്രിയൻ എൻ അരികിൽ പ്രിയനെന്നരികിൽ എന്നരികിൽ എന്നരികിൽ അത് മനസ്സിലാക്കിയോ? എന്നരികിൽ എന്നരികിൽ എന്നതിനേക്കാളും അപ്പൊ അത് ആ ലിറിക്ക് മനസ്സിലാവുമ്പോഴത്തേക്ക് ഓർമ്മയില് കൊണ്ടുവരാൻ പറ്റും. കാരണം ഇതൊക്കെ പെട്ടെന്ന് ഇത് പഠിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതെ, മാറ്റണം ആ. ലിറിക്സ്. അതെന്താ പറ്റുന്നറിയില്ല. ചാപ്റ്റർ 1 ചാപ്റ്റർ 2 ചാപ്റ്റർ 3 എല്ലാവരും ലിറിക്കിൽ ലിറിക്സിലൊരു സ്വന്തമായിട്ട് ലിറിക്സ് ഉണ്ടാക്കിയ ഒരാളുണ്ടായിരുന്നു നമുക്ക് ചാപ്റ്റർ 1. അവിടെ ദൂരെ ഇരുന്ന് ചിരിക്കുന്നു. പിന്നെ ഇത് രണ്ടാം ചാപ്റ്റർ 2 കുറെ പേര് അങ്ങോട്ടും അങ്ങോട്ടും മാറ്റി. ഇപ്പൊ ഇവർക്ക് ഇഷ്ടം തോന്നുന്നു സ്വന്തമായിട്ട് എഴുതാനും സ്വന്തമായിട്ട് വരികൾ. ഇപ്പൊ ട്യൂണിലാണല്ലോ നമ്മള് എല്ലാവരും ഇപ്പൊ ഈ കവർ സോങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ട്യൂണിലാണല്ലോ അതിന്റെ ഒരു ഇംപ്രവൈസേഷൻ കൊണ്ടുവരുന്നത്. പിന്നെ ലിറിക്സിൽ ഇരിക്കട്ടെ. അങ്ങനെ നമ്മൾ അവിടെ ഇവിടേക്ക് എടുത്തിട്ട് ഇത് ONV സാറ്, ദേവരായ മാസ്റ്റർ, ഇത് തൊട്ട് കളിക്കരുത് കേട്ടോ. ഇല്ല. അപ്പൊ തന്നെയാ നല്ല അഭിപ്രായങ്ങളാണ് രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ലിറിക്സിന്റെ പ്രശ്നങ്ങളുണ്ട്, അത് അടുത്ത റൗണ്ടിൽ മാറ്റാം. ഇനി നമുക്ക് ക്വാർട്ടർ ഫൈനലിൽ ഒരു റൗണ്ടും കൂടി ഉണ്ട്. നന്നായി പ്രാക്ടീസ് ചെയ്യാം. താങ്ക് യു. എന്താ വേറെ എന്തെങ്കിലും പറയാണ്ടോ? എന്തോ പറയാൻ വന്ന പോലെ തോന്നി. എന്തെങ്കിലും ഞങ്ങളോട് പറയാൻ പ്രത്യേകിച്ച് മോൻ വന്നിട്ടുണ്ട്. ചേട്ടനോട് പറഞ്ഞോളൂ. മോനോ എവിടെ? ഹലോ, നൈസ് ടു മീറ്റ് യു. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നേ? LKG. ഏതാ ഡിവിഷൻ? A ആണോ, B ആണോ, C ആണോ? LKG A ലാണ് പഠിക്കുന്നത്. ആരെ ക്ലാസ് ടീച്ചർ? നീതു മാം ആണോ? അമ്മ വീട്ടിൽ വഴക്കൊക്കെ പറയാറുണ്ടോ? അമ്മ സത്യങ്ങളൊന്നും പുറത്തു പറയരുത്. പറഞ്ഞതേ അവരൊക്കെ ചോദിക്കുന്നു. വഴക്ക് പറയാറുണ്ടോ? കുട്ടിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. കുട്ടി അന്താളിച്ച് നിൽക്കുക. ഇവരെയൊക്കെ ഞാൻ TV-യിലല്ലേ കണ്ടിട്ടുള്ളൂ. എന്നെ കണ്ടിട്ടുണ്ടോ? ഈ മാമനെ കണ്ടിട്ടുണ്ടോ?
എവിടെ കണ്ടാണ്? കണ്ടുണ്ട്, അത് മതി. ശരി, അപ്പൊ എന്തായാലും അമ്മ നന്നായി പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. അപ്പൊ അടുത്ത റൗണ്ടിൽ നന്നായി പ്രാക്ടീസ് ചെയ്യാൻ പറയണം കേട്ടോ. കൂടെ തന്നെ വേണം. ഓക്കെ ആണോ? ഡീലാണോ? ഒരു ഹൈഫൈ തന്നെ. ഓക്കെ. മോന്റെ പേരെന്തായിരുന്നു? എന്തെങ്കിലും സാധിൻ ദേവിക്. എന്ത് പറ്റി ഇന്നൊരു വിഷമം പോലെ? മിഠായി വേണോ? ഫുട്ബോൾ വേണോ? ഫുട്ബോൾ അതാണ് ആള്. ശരി, അപ്പൊ ഫുട്ബോൾ ഉടൻ തന്നെ ആന്റി മേടിച്ചു തരും കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക്സ് പറ ആന്റിയോട്. താങ്ക്സ് പറ. ഫുട്ബോള് വാങ്ങിച്ചു തരുന്നതിന് താങ്ക്സ് പറ. താങ്ക് യു. എനിക്കൊരു ക്രിക്കറ്റ് ബാറ്റും. ഫുട്ബോളും ക്രിക്കറ്റ് ബാറ്റും. അപ്പൊ തന്നെയാ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഇനി റൗണ്ട് കൂടി ഉണ്ട്, നന്നായി പ്രാക്ടീസ് ചെയ്യാ. കലക്ക കേട്ടോ. ഓക്കെ, ബൈ ബൈ. അപ്പൊ എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ മത്സരം അങ്ങോട്ട് തുടർന്നാലോ? വാശിയുടെ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മത്സരാർത്ഥികളുടെ പാട്ടുകളൊക്കെ കേട്ട് നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ കോരിത്തെരിച്ചിരിക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്താലോ? അങ്ങ് ഖത്തറിൽ നിന്ന് വന്ന നമ്മുടെ സ്വന്തം നസ്നി.
ഞാനൊന്ന് കണ്ണിടെ കണ്ടോട്ടെ ഈ സർപ്പകന്യകനെ. എന്തായിരുന്നു ഇവിടെ? ഞാൻ ആലോചിക്കാൻ നാഗകന്യകൻ. ആ, ഞാൻ പെട്ടിൽ എത്ര നേരമായി ഒളിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഒരു സർപ്രൈസ്, ഒരു എൻട്രിക്ക് വേണ്ടി. എന്തായിരുന്നു? ഞാൻ ഏതോ ദുബായിലോ ഏതോ അറബി നാട്ടിലെത്തിയ പോലെയായി. ഭയങ്കരായിരുന്നു, കിടിലായിരുന്നു. അതിന്റെ ഇടയിൽ ഒരു സുൽത്താനെ പോലുള്ള ഒരു നാടപ്പവും. അതെ, അതങ്ങ് ആസ്വദിക്കായിരുന്നു സുൽഫി. വൻ രാജകീയമായിരുന്നു അല്ലേ? എല്ലാരും തകർത്തു, ഡാൻസേഴ്സ് എല്ലാരും തകർത്തു കേട്ടോ. താങ്ക് യു. ഓ നീയും തകർത്തു. അതെന്താ? ഇതിനിടയിൽ എപ്പോഴാ നീ ഇവിടെ കേറിയത്? അതാ ട്രിക്സ്. നോർമലി എല്ലാ എൻട്രിയും അവിടെ നിന്ന് വരുന്നു, ഈ പൂക്കുറ്റി പൊട്ടുന്നു, അങ്ങനെയാണല്ലോ സാധാരണ, അങ്ങനെയാണല്ലോ. ഇതൊരു ചേഞ്ച്. ആ ഒരു ചാടി വരവേ ആ അത് ഗംഭീരായി. അയ്യോ, എന്റെ ചാട്ടത്തിന് വരെ ഇത്രയും ഫാൻസോ? ചേടാ. ശരി മഞ്ജരി, എന്താ താടിക്ക് കൈ കൊടുത്തിരിക്കുന്നേ? എന്താ പറയാ ഇത് കണ്ടിട്ട്? എനിക്ക് തോന്നുന്നു സത്യം സുൽഫിയാണ് ഇന്ന് ഇവിടെ കിടന്ന് ആർമാദിക്കായിരുന്നു സ്റ്റേജില്. ഭയങ്കര അഭിനയം. എനിക്ക് തോന്നുന്നു നസ്നീനേക്കാളും കൂടുതൽ പ്രാക്ടീസ് ചെയ്തത് സുൽഫിയ. ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ചതും സുൽഫിക്കാണ്. അത് പാടുന്നതിന്റെ ഇടയിൽ സുൽഫി. അതെ, അതില് സുൽഫിക്ക് ഒരു മസിൽ പിടുത്തം അതിലുണ്ട്. അതെന്താ അറിയോ? അത് ആ ക്യാരക്ടറിന് അത് കറക്റ്റ്. അതെന്താ സംഭവം അറിയോ? പുള്ളി ഒരു സ്റ്റെപ്പ് ഉദ്ദേശിക്കുന്നുണ്ട്, നസ്നി അത് ചെയ്യുന്നില്ല. അപ്പൊ അവസാനം വാളിന്റെ തുമ്പിൽ പ്രണയം കുടുക്കി. എന്തായാലും രണ്ടുപേരുടെ കോസ്റ്റ്യൂം, എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെ ചിരിപ്പിച്ചു, സന്തോഷിപ്പിച്ചു, എൻജോയ് ചെയ്തു. നന്നായി പാടി. എക്സെപ്റ്റ് ഫോർ ഒരു ലിറിക് ഒന്ന് മാറി. അതെ അല്ലേ? സത്യം. പറയൂ, എവിടെ ഉണ്ട്? എവിടെയാ പറയൂ. സൽമാ ബേബിയാകും ഞാൻ. അത് മാത്രല്ല, അതുണ്ട്. പിന്നെ ലാസ്റ്റില് അതും ഇതിന്റെ ഇടയിലുണ്ട്. അയ്യോ പറയണ്ടായിരുന്നില്ല എന്നൊക്കെ. കബൂലാക്കിടണം കബൂല്. ആ, എന്നെ അലങ്കാര രാവിലെ അത് ലാസ്റ്റില് അത് വിട്ടുപോയി. അതെ. പിന്നെ അറവാതിലല്ലേ? അറവാതിൽ ഫസ്റ്റ് പാടുന്നുണ്ട്, പിന്നെ അണിവാതിൽ പാടുന്നുണ്ട്. പിന്നെ എല്ലാം അണിവാതിലാണോ? പിന്നെ ലാസ്റ്റത്തേൽ അണിവാതിലാണ്. ഇടയിലൊക്കെ അണിവാതിലായിരുന്നു. ആണോ? അതെ. വേറൊരു കാര്യം, ആയിരുന്നു. ഈ പാട്ട് ഇതിന്റെ ഒറിജിനൽ ഈസ് അറബിക്. അത് പാടിയ ഒരാള് ഇവിടെ ഇരിപ്പുണ്ട്. ഞാന് ചൂണ്ടിക്കാണിക്കാം. ഞങ്ങൾക്ക് മനസ്സിലായി ആയിരിക്കുന്നു. ആണോ മഞ്ജരി? ഒരു 4 വരി ഉറപ്പായിട്ടും ഇവര് ആഗ്രഹിക്കുന്നുണ്ട്, അതിലുപരി ഞാൻ ആഗ്രഹിക്കുന്നു, അതിലേക്കാൾ ഉപരി നമ്മുടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നു. എന്റെ അറബ് ഫ്രണ്ട്സിന് ഇത് ഡെഡിക്കേറ്റ് ചെയ്യാം. എന്താ മലയാളി ഫ്രണ്ട്സിന്? എനിക്ക് ഒരുപാട് അറബി ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ മസ്കറ്റിലായിരുന്നല്ലോ. മലയാളി ഫ്രണ്ട്സ് ഇഷ്ടം പോലെ ഉണ്ട്. അവരൊക്കെ നമ്മളൊക്കെ ഒന്നാണല്ലോ, മലയാളീസ് എല്ലാം. അപ്പം അറബ് ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഡെഡിക്കേഷൻ. ചുമ്മാ ഒരു 4 വരി പാടാം. സുൽഫി ഡാൻസ് കളിച്ചോളൂ, അപ്പല്ല നിങ്ങൾ രണ്ടും കളിക്കും, ഡാൻസ് കളിക്കും രണ്ടാളും. حبيبي يا نور العين يا ساكن خيالي حبيبي يا نور العين يا ساكن خيالي عايشك بالي سنين ولا غيرك في بالي حبيبي 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 يا نور العين حبيبي 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 يا نور العين يا ساكن خيالي. ഫ്ലവേഴ്സിന്റെ ഈ ഒരു വേദിയിലൂടെ ഞാൻ എൻ്റെ ഒമാനിലുള്ള എല്ലാ അറബ് ഫ്രണ്ട്സിനും ഒരു വലിയൊരു ഹായ് പറയാം. എന്തായാലും രണ്ടുപേരും കൂടി തകർത്തു. നിങ്ങളുടെ രണ്ടുപേരുടെ കോംബോ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ നമ്മുടെ പ്രേക്ഷകരുടെ ഒരു ചർച്ച വിഷയം ആയതായിരുന്നു. രണ്ടുപേരുടെ ആ ഒരു കെമിസ്ട്രി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണ്. ഇപ്പൊ വീണ്ടും അത് തെളിയിച്ചു, നിങ്ങളുടെ കെമിസ്ട്രി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും സർപ്പ കിരീടമൊക്കെ വെച്ച് വന്നല്ലോ, അതിന് വലിയ കയ്യടി കേട്ടോ. തകർത്തു, രണ്ടുപേരും തകർത്തു. അപ്പൊ നമ്മുടെ ക്വാർട്ടർ ഫൈനൽ ആദ്യത്തെ റൗണ്ടാണ് കഴിഞ്ഞിട്ടുള്ളത്. ക്യാരക്ടർ റൗണ്ട് ആയിരുന്നു. ഇനിയൊരു റൗണ്ടും കൂടി ഉണ്ട്. നന്നായി പ്രാക്ടീസ് ചെയ്യാ, തകർക്കാം കേട്ടോ. ഓക്കെ സുൽഫിക, അപ്പൊ ഇതേപോലെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും. ഓക്കെ ശരി. ആ കിരീടം കൊടുക്കുന്നുണ്ടെങ്കിൽ പറയണം, മേടിക്കാൻ ആൾക്കാരുണ്ട്, അതുകൊണ്ടാ. അഴിക്കില്ല. ഓക്കെ, താങ്ക് യു.
എന്തായാലും നമ്മുടെ ക്വാർട്ടർ ഫൈനലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല വാശിയുടെ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എത്രയും പെട്ടെന്ന് അടുത്ത മത്സരത്തെ സ്വാഗതം ചെയ്താലോ? സ്വാഗതം ചെയ്യൂ. അടുത്ത മത്സരത്തിൽ വരുന്നത് എവിടെന്നാണ്? പത്തിരിയാൽ. ആഹാ. ഓർമ്മയില്ലേ? പിന്നെ നല്ല പത്തിരി കിട്ടുന്ന സ്ഥലം എന്നൊക്കെ ഡയലോഗ് അടിക്കണ്ടായിരുന്നല്ലോ. അടിപൊളി പത്തിരി. പത്തിരിയാൽ നിന്ന് ആരാണ് കടന്നു വരുന്നത്? നമുക്ക് അശ്വതി. സ്വാഗതം ചെയ്യാം അശ്വതി അനു. What happened? ഒരു തൊണ്ടയിലൊരു പിടുത്തം വന്നു തുടങ്ങിയപ്പോ. അശ്വതി, ദിസ് ഇസ് എ മേജർ കോമ്പറ്റീഷൻ. അപ്പോൾ സോറി സർ. ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ബി അലർട്ട്, അവെയർ. ഓക്കെ അല്ലേ? ശരിയല്ലേ? നീ ധൈര്യമായിട്ട് പാടാലോ അല്ലേ?
അശ്വതി എന്തായി? തുടക്കത്തിലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറ്റി. എന്ത് പറ്റി? ദാഹം ഉണ്ടായിരുന്നോ? ട്രൈ ആയോ? വായിലൊരു വിക്സ് ഗുളിക ഉണ്ടായിരുന്നു, ഒരു ചെറിയ കഷ്ണം, അത് പെട്ടെന്ന് ഉടക്കിപ്പോയി. അശ്വതിയുടെ ആടിവാ കാറ്റേ നന്നായിരുന്നു. താങ്ക് യു മാം. ആദ്യത്തെ ആ ഒരു സംഭവം വിക്സ് മിഠായി കാരണം നടന്നില്ലായിരുന്നു എങ്കിലും അല്ലേ എങ്കിൽ എങ്കിൽ ബാക്കിയൊക്കെ പൂരിപ്പിച്ചതാ പറയാൻ വന്നത്. കുറച്ചുകൂടെ നന്നായേനെ. അതാ പറഞ്ഞു വന്നത്. കാരണം ആ പല്ലവി അനുപല്ലവി വരെ ആദ്യം നിർത്തിയതിന്റെ ആ ഒരു ടെൻഷൻ തീർന്നില്ല, അതിന്റെ ഹാങ് ഓവറിൽ ഇരിക്കുക. ചരണമായപ്പോഴത്തേക്ക് ഇനി ഞാനൊന്ന് പാടട്ടെ, അങ്ങനെ ഒരു സ്ഥലത്തെത്തി. ഒന്ന് ത്രൂ ഔട്ട് ദ സോങ് ശബ്ദം വയ്യാത്തോണ്ടാണെന്നറിയില്ല, ചെറുതായിട്ട് ഫ്ലാറ്റായി ഇങ്ങനെ പോവായിരുന്നു. ചില സംഭവങ്ങളൊന്നും മുകളില് പാടാൻ പറ്റും, പക്ഷെ എത്തുന്നില്ല. അത് ഈ ത്രോട്ടിന്റെ പ്രശ്നമാണോ? ത്രോട്ട് പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഇന്ന് ചുമ ഇങ്ങനെ കുത്തി കുത്തി വന്നോണ്ടാ ഞാൻ വിക്സ് ഗുളിക കഴിച്ചത്. പക്ഷെ വിക്സ് ഗുളിക കഴിച്ചത് കൊണ്ട് തൊണ്ടേ കുരുങ്ങി, ബാക്കി പാടാനും പറ്റിയില്ല. വലിയ കുഴപ്പമില്ലാണ്ട് ലാൻഡ് ചെയ്തു. പക്ഷെ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ നമ്മളൊരു കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് നാളത്തെ കോമ്പറ്റീഷൻ അല്ലല്ലോ ഇത്. ഇപ്പൊ ഫ്ലവേഴ്സ് ഇങ്ങനെ ഒരു മാസത്തിനകത്താണ് ഒരു വിന്നറിനെ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ആ ചെറിയ സമയത്തിനുള്ളിൽ നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്ത് വരിക, പാട്ട് പഠിക്കുക, കൃത്യമായിട്ട് എവിടെയാ തുടങ്ങണ്ടേ എവിടെയാ അവസാനിക്കുന്നത് എല്ലാം നോക്കി വെച്ച്. അതിന്റെ ആദ്യം എനിക്ക് തോന്നുന്നു അത് തന്നെയായിരുന്നു ഒരു ടെൻഷൻ. തുടങ്ങേണ്ട സ്ഥലം മാറിപ്പോയി, പിന്നെ അതിന്റെ കൂടെ വെള്ളം ഇറക്കിയപ്പോഴത്തേക്ക് ഒരു വിക്സ് ഗുളികയും പോയി അകത്ത്. ശ്രദ്ധിക്കണം കേട്ടോ, ടെൻഷൻ അടിക്കണ്ട അല്ലേ? പേടിക്കണ്ട. ഞങ്ങൾ നമുക്ക് ഇനി റൗണ്ട് ഉണ്ട്, പത്തിരിയും കോഴിക്കറിയും മേടിച്ചു തരാം. അതെ, ഇത് പത്ര മോശമായി പാടിയെന്നല്ല പറയുന്നത്. തുടക്കത്തിലെ കാറ്റൊന്ന് എതിർ ദിശയിലോട്ട് പോയെങ്കിലും ദിശ മാറി നമ്മുടെ ദിശയിലോട്ട് വന്നു, തിരിച്ചു വന്നു അല്ലേ? അതല്ലേ മഞ്ജരി പറയുന്നത്? ഓക്കെ, ശരി. വേണുചേട്ടാ, അശ്വതി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാനും നോട്ടഡ്. ഈ ഒരു ടെൻഡിങ് ടു ബി ഫ്ലാറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇടാം. അതൊന്ന് ഈ ഒന്ന് ഞാൻ പറയുന്നത് ജസ്റ്റ് ശ്രുതി ബോക്സ് ആൻഡ് വോയിസ് ഇട്ടൊന്ന് പാടി ശ്രുതിയായിട്ടൊന്ന് ഫെമിലിയറൈസ് ആവുക കേട്ടോ. ആൻഡ് ബിഗ് 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 ക്ലാപ്പ് ടു ടെറിഫിക് ബാൻഡ്. സൂപ്പർ. നെക്സ്റ്റ് ടൈം ബാൻഡിനൊപ്പം അശ്വതിയും നിൽക്കണം. അശ്വതി, എന്തായാലും രണ്ടുപേരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അടുത്ത റൗണ്ടിൽ നമുക്ക് നികത്താം അല്ലേ? ഇപ്പൊ ക്വാർട്ടർ ഫൈനലിലെ ഫസ്റ്റ് റൗണ്ടാണ് കഴിഞ്ഞത്, ഇനിയൊരു റൗണ്ടും കൂടി ഉണ്ട്. നന്നായി പ്രാക്ടീസ് ചെയ്യാ കേട്ടോ. ആള് ഭയങ്കര ടെൻഷനിലാണ്. ആര് ഈ വിക്സ് മിഠായി മേടിച്ചു കൊടുത്തത്? ബ്രദറാണോ? ബ്രദർ അല്ല. ഒരു വിക്സ് മിഠായി കൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ വരുമെന്ന് വിചാരിച്ചില്ല അല്ലേ? ഇല്ല, ഞാൻ ശരിക്കും പ്രിപ്പയർ ചെയ്ത് വന്നതാ. ആദ്യത്തെ വീക്കിലെ പെർഫോമൻസ് കണ്ടിട്ട് നാട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? നാട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? വീട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ട്. ആ നാട്ടുകാരൊക്കെ കണ്ടിട്ട് വിളിച്ചു. ഞാൻ വിചാരിക്കാത്ത ആൾക്കാരും എല്ലാരും വിളിച്ചു. അതാണ്. ആരായിരുന്നു ആ വിചാരിക്കാത്ത ആൾക്കാര്? കുറെ പേരുണ്ടെന്ന്. ആരാണ്? ഒരാളുടെ പേര് പറഞ്ഞു. ഒരാളെന്ന് പറഞ്ഞാല് ഞാന് പാടും എന്നുള്ളത് ഞാൻ 6th പഠിച്ച സമയത്ത് എൻ്റെ ഒരു ടീച്ചർ ഉണ്ട്, പ്രേമലത എന്ന് പറഞ്ഞിട്ടുള്ള മിസ്സിന് നമ്പർ എൻ്റെ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പ്രോഗ്രാം മിസ് കണ്ടിട്ട് എന്നെ അപ്പോഴേ വിളിച്ചു. അത് ഭയങ്കര സന്തോഷായി. പിന്നെ അപ്പൊ അങ്ങനെ ഇനിയും ഒരുപാട് വിളികൾ വരാണ്ട് കേട്ടോ. അപ്പൊ നന്നായി പെർഫോം ചെയ്യാ, ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യമില്ല കേട്ടോ. ചില്ലായിട്ട് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാ. അനുപേട്ട എന്ത് പറഞ്ഞു? വിളിച്ചായിരുന്നോ? ആളാ ഹാപ്പിയാണ്. ശരി, എന്തായാലും അപ്പൊ നന്നായി പ്രാക്ടീസ് ചെയ്യാ. ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക് യു.